ഒരു കാര്യം പറയട്ടെ, അനിമോള് ഇവിടെ ജിസയിലെ കാട്ടിയും കൂടുതൽ പേയ്മെന്റ് എനിക്കാന്നും ഇവിടെ എന്ത് തോന്നാത്ത കളിച്ചില്ലെങ്കിലും ഇവര് നിർത്തും. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എഫേർട്ട് ഇടാത്തതെന്നും ഇവിടെ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. 65,000 രൂപ പെർ ഡേ, അതായത് 70 ദിവസമായില്ല ഇപ്പൊ അവിടെ. അപ്പൊ 65,000 ഇൻറ്റു 70, 45,50,000 രൂപ ഇത്ര ദിവസത്തിനൊക്കെ അനിമോൾ ഉണ്ടാക്കിയോ? എന്റെ പൊന്നു മക്കൾ, ഇത് നല്ല പരിപാടിയാണല്ലോ. അത് കൂടാതെ അവിടെ ഞാൻ എന്ത് ചെയ്താലും എന്നെ പുറത്താക്കില്ല. നല്ല രസമുള്ള പരിപാടി കേട്ടോ. അനിമോളെ 100 ദിവസം അവിടെ നിർത്തുന്നൊക്കെ ബിഗ് ലൂസ് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ പറയുന്നല്ല കേട്ടോ. ഇന്ന് ലൈവിലുണ്ടായ തല്ലാണ്. ഏതാ തല്ല് എന്നൊക്കെ അറിയുണ്ടാവും. കുലസ്ത്രീ എന്ന് വിളിച്ചതിന് അമ്മൂമ്മയെ വിളിച്ചില്ലേ, അതിന്റെ തൊട്ട് മുന്നേ, ഇത് മൂർച്ഛിക്കുന്നതിന് തൊട്ട് മുന്നേ നവീന് കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയാണ്. അനിമോൾക്ക് 65,000 രൂപ പെർ ഡേ കിട്ടിയിരുന്നു എന്നുള്ളതൊക്കെ. അങ്ങനെ ഒരുപാട് നഗ്ന സത്യങ്ങൾ പുറത്തേക്ക് വരുന്നു. പുറത്ത് PR ഫലം കൊണ്ട് ഞാൻ എത്ര നാൾ വേണമെങ്കിലും അവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്നു. എന്തായാലും ആരും സ്കിപ്പ് ചെയ്യണ്ട, മുഴുവൻ കേട്ടോളിട്ട്. നല്ല രസമുള്ള ഒരു സംഭവമാണ്. സ്കിപ്പിംഗ് ഇല്ല, നേരെ വീട്ടിലോട്ട്. ഇവക്ക് നെഗറ്റീവ് പറഞ്ഞു. ഒരു എഫേർട്ട് ഇടാണ്ട് നിന്നാ നിന്റെ PR ടീം നിർത്തും നീ പറഞ്ഞോ? മദർ പ്രോമിസ് ഞാൻ പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞു. പിന്നെ വേറെ കൂടി പറഞ്ഞ വേറെ കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവക്ക് 65,000 രൂപ അക്ബർ പറഞ്ഞു ശരി, തീയില്ലാണ്ട് പുക ഉണ്ടാവില്ലല്ലോ എന്നുള്ളത്. പക്ഷെ നവീൻ പറയുന്നത് പൂർണ്ണമായിട്ട് എടുക്കാൻ പ്രേക്ഷകർക്ക് ആ ഒരു താല്പര്യമില്ല. എന്നാലും ഉച്ചത്തിൽ ഉറക്കെ ആർജവത്തോട് കൂടിയിട്ട് പറയുന്നു, നീ തെളിയിക്ക് എന്നൊക്കെ പറയുമ്പോ അനിമോൾ അമ്മയെ പിടിച്ച് സത്യം പറയുന്നു, ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്നൊക്കെ. അങ്ങനെ ഒരാൾക്കൊരു നുണ ശക്തമായിട്ട് പറയാൻ പറ്റുമോ? എനിക്കറിയില്ല കേട്ടോ. നമ്മൾ ജീവിതത്തിൽ ഇതൊന്നും കണ്ടിട്ടില്ല. ഇപ്പൊ ബിഗ് ബോസിനകത്ത് പല ആളുടെയും പൊയ്മുഖങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷെ അക്ബർ ഇവിടെ ഒരു കുറുക്കനാണ്. അവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നൂറ കൃത്യമായി ഇടപെടൽ നടത്തുന്നുണ്ട്. അതായത് മോളെ നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ. അതുപോലെ തന്നെ നൂറ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളതാണ്, അമ്മമ്മയെ വിളിച്ചു എന്നുള്ള സാധനമല്ല, നീ അമ്മയെ വിളിച്ചു എന്നുള്ളത്. ലൈവ് കണ്ട ആളുകൾക്ക് അത് കത്തിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞോട്ടെ, എന്നെ ഒരു കാര്യം വിശ്വസിക്ക്. അക്ബർ ഒരു കാര്യം പറ്റേ, ഇവളെ എന്റെ അടുത്ത് വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഇവളെ മാക്സിമം 100 നിർത്തും. കാരണം ഇവർക്ക് കരിവാരി തേച്ചാലും ഇവളുടെ നെഗറ്റീവ് ഇമേജ് ആയിട്ട് ചെയ്താലും നമുക്ക് അല്ലല്ലോ, നീ തന്നെയാ പറഞ്ഞു എന്റെ അടുത്ത്, അല്ലാണ്ട് ഞാൻ നെഗറ്റീവ്. അതായത് ഇവളെ മറ്റേ പുറത്തേക്കുള്ള ഔട്ട് നെഗറ്റീവായിട്ട് ചിത്രീകരിച്ചാലും ഇവിടെ നിർത്തും. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ മറ്റേ പേയ്മെന്റ് കൊടുത്ത് നിർത്തിയേക്കുന്നത് അനിമോളെയാണ്. അതുകൊണ്ട് ആണെങ്കിലും വീട്ടുകാരെ മാത്രം ഒന്ന് കണ്ടാൽ മതി, അതുവരെ ഞാൻ പിടിച്ചു നിൽക്കും എന്നുള്ള രീതിയിൽ ഇവിടെ എന്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. നീ പറഞ്ഞിട്ടുള്ള കുറച്ചേ ഞാൻ പറഞ്ഞോളൂ, ഒരു 5% ഞാൻ പറഞ്ഞോളൂ, ബാക്കി ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ അനിമോൾ നെവിന്റെ അടുത്ത് പോയിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് എന്നല്ലേ അർത്ഥം. അതുകൂടാതെ തന്നെ ഇതേ സാധനം ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ടല്ലോ, അവൾക്ക് ഒരുപാട് പൈസ തന്നിട്ട് ഇവിടെ നിർത്തുന്നത് കണ്ടന്റ് തരാൻ വേണ്ടിയിട്ടാണ്, ഞാൻ കഷ്ടപ്പെട്ട് കണ്ടന്റ് കൊടുക്കുക എന്നൊക്കെ ആദിലയോട് പറഞ്ഞ് നമ്മൾ കേട്ടതില്ലേ. അപ്പൊ പല ആളുകളോട് അനിമോള് പലതും പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് ഇപ്പൊ ഓരോ ദിവസം പുറത്തേക്ക് വരുന്നത്. PR-ന്റെ കഥ ബിന്നി പറഞ്ഞു, ബിന്നി പുറത്തായി. ഇപ്പൊ നെവിൻ ഈ ഒരു കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഈ ആഴ്ച പുറത്താവും, അത് വേറെ കാര്യം. അതൊക്കെ ലാലേട്ടൻ വന്ന് വീക്കെൻഡിൽ ചോദിക്കുമല്ലോ. ഇതെന്തായാലും ചോദിക്കണം ലാലേട്ട, ഇത് ഞങ്ങളും കൂടി ഒന്ന് അറിയട്ടെ. ലൈവ് കണ്ടിട്ട് ഞങ്ങളിതൊന്നും കേട്ടിട്ടില്ല. നെവിൻ പറയുന്ന ആ സമയത്ത് മൈക്ക് ഊരി വെച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും മൈക്കിൽ കേൾക്കുന്നൊക്കെയാണ്. ഓക്കെ, എന്തായാലും കേൾക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ചെറിയ പൈസയുടെ കളിയൊന്നല്ല, വലിയ കളിയാ. ഇവിടെ മറ്റേ ആ എനിക്കത് വീണ്ടും എടുത്തിടാനായിട്ട് താല്പര്യമില്ല. ആ സമയത്ത് പറഞ്ഞതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റി വന്നാൽ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇവൾക്ക് എന്താണ് ഇത്രയും പേയ്മെന്റ് കൊടുത്ത് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. ഇനിയിപ്പം ആദ്യം പറഞ്ഞിട്ട് എനിക്ക് വേണ്ട ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറയും. പിന്നെ അതിനുശേഷം ഞാൻ ഇവിടെ നനഞ്ഞു, അതുകൊണ്ട് കുളിച്ചേ കയറുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അവൾ എന്നിട്ട് ഇത് പറഞ്ഞു വന്ന എപ്പിസോഡിനകത്ത് അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ സമ്മതിക്കും. പിന്നെ 65,000 പെർ ഡേ ഇവർക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഏറ്റവും കൂടുതൽ ഓക്കെ, ഇത് ഇത്ര ഉറപ്പിച്ചിങ്ങനെ ഇയാൾ പറയുമ്പോ നമ്മൾ എങ്ങനെ ഇത് നുണയാണെന്ന് വിശ്വസിക്കുക? ഇപ്പൊ അനിമോൾ നുണ പറയുന്നുണ്ടോ സത്യം പറയുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. നെവിനോട് പറഞ്ഞു എന്നുള്ള കാര്യം നെവിനും പറയുന്നു. ലാലേട്ടൻ ആ ഒരു വീഡിയോ ക്ലിപ്പ് തന്നെ പുറത്തു വിടണമെന്നാണ് ഞാൻ പറയുന്നത്.
നിലവിൽ ഇപ്പൊ ഒരുപാട് കണ്ടസ്റ്റന്റ് പല കാര്യങ്ങളും അനുമോളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സത്യമാണോ അല്ലേ എന്നുള്ളത് ഇതുവരെ ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നും ഒരു വീഡിയോ സഹിതം അത് കാണിക്കുന്നത് വരെ ഞാൻ കണ്ടിട്ടില്ല. ഇനിയിപ്പോ ആ ഒരു കിടക്ക വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ഒരു വീഡിയോ പോലും കാണിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളതാ. അപ്പൊ അത് എന്തുകൊണ്ടാണെന്നുള്ളത്, അപ്പൊ ബിന്നിയുമായി സംസാരിച്ച കഥ അതങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ക്ലിപ്പ് ഉണ്ടാവില്ല, പക്ഷെ അത് പുറത്തു വിട്ടിട്ടില്ല. അപ്പൊ അനുമോളനെ സേഫ് ആക്കുന്നുണ്ടോ എന്ന് ചില സമയത്ത് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോ ലാലേട്ടൻ വന്ന് അനുമോൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കുറെ PR വന്നിട്ട് പറയും, അയ്യോ എന്റെ അനുമോളെ അങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ളത്. ചോദിക്കേണ്ടേ 65,000 രൂപ പെർ ഡേ അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല, അത് നവീനെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെ അതിനുള്ളിൽ നിൽക്കുന്ന ആളുകൾ അത് അറിയിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് ഉള്ളിൽ ഒരു ചെറിയ ക്ലാഷ് ഉണ്ടാവും. നവീൻ പലപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, ഇതുവരെ ഒരു മത്സരം ജയിക്കാത്ത നീ എങ്ങനെ ഇത്രയും നാളവിടെ നിന്നു എന്നുള്ളത്. അത് ചോദിക്കുമ്പോഴോ നമ്മൾ ആലോചിക്കുക, ശരിയാണല്ലോ, നോമിനേഷനിലൊക്കെ വന്ന് വോട്ട് മാത്രം കൊണ്ട് അവിടെ നിന്നതല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നുണ്ടല്ലേ. നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും എന്നുള്ളതാണ്. ഓക്കെ, തുടർന്ന് കേൾക്കാം. 65,000 കഥ പറയുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ടാണ് പറഞ്ഞത്. അറിഞ്ഞു എന്റെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ അവൻ അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ടാണ് പറഞ്ഞത്. പക്ഷെ അതൊക്കെ ഇവൾക്കാണ് കിട്ടുന്നത്. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യത്തിന് ഇവൾക്ക്, അതായത് ഇവള് ജോലി എടുക്കേണ്ടത് കൂലി ചെയ്യണമല്ലോ. ഇതിന് വേണ്ടിയിട്ട് ഇവര് ചോദിക്കുന്നത് നിങ്ങളടുത്ത് എപ്പോഴെങ്കിലും പറഞ്ഞു? ഇല്ല, നിങ്ങളടുത്ത് പറഞ്ഞ കാര്യമല്ല, എന്റെ അടുത്ത് പറഞ്ഞു. എന്റെ അടുത്ത് പറഞ്ഞു കുറച്ച് ദിവസങ്ങളിൽ ക്ലോസ് ആയിരുന്നു. ഞാൻ എനിക്ക് അത്രയും ബോധമില്ല, എനിക്ക് അത്രയും ബുദ്ധിമുട്ട്. ഓക്കെ, 65,000 രൂപയല്ല, പകരം കുറച്ച് കുറവാണെന്നാണ് പറയുന്നത്. എത്ര കുറവാണെന്ന് നമുക്കറിയില്ല. ഇനിയിപ്പോ അത് അറിഞ്ഞാലും നമുക്ക് വലിയ കുഴപ്പമുള്ള കാര്യമല്ല, കാര്യമുള്ള കാര്യമല്ല. അത് കിട്ടുന്നതൊക്കെ അനുമോൾക്കാണ്. പക്ഷെ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി ഇനി എത്ര തന്നെ നെഗറ്റീവ് ആക്കിയാലും പുറത്ത് പോസിറ്റീവ് ആക്കുമെന്നും 100 ദിവസം വരെ കൊണ്ടുപോകും എന്നുള്ള വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണക്കാരൻ എന്ന രീതിയിൽ, ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാകും, നമുക്ക് ടെൻഷൻ ഉണ്ടാക്കും. കാരണം നമ്മൾ റീചാർജ് ചെയ്യുന്ന പണം കൊണ്ടാണല്ലോ ഇത് കാണുന്നത്. അതേപോലെ ഹോട്ട്സ്റ്റാറൊക്കെ നമ്മൾ പൈസ കൊടുത്തിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അതിൽ നമ്മളെ ഇഷ്ടമുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യുമ്പോൾ പോലും അത് അവിടെ ഏൽക്കുന്നത് വേറെ രീതിയിലാണ് എങ്കിൽ നമുക്കത് സ്വാഭാവികമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന കോണ്ടസ്റ്റന്റുകൾ ഉയർന്നു വരുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴും നമുക്ക് ടെൻഷൻ ഉണ്ട്. അതായത് നോമിനേഷന്റെ കാര്യമാണ് പറഞ്ഞതേ. ഓക്കെ, 65,000 അല്ല, പകരം വേറെയാണ്. പിന്നെ നൂറയോടും അതിലയോടും ഞാനിത് പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങളോട് പറയാത്തൊരു കാര്യം ഞാൻ മറ്റുള്ള ആളോട് പറയില്ലല്ലോ എന്നാണ് പറയുന്നത്. പക്ഷെ നൂറയോടും അതിലയോടും പറഞ്ഞ മറ്റൊരു കാര്യം ഉണ്ടല്ലോ, എനിക്ക് വലിയ പൈസ ഒക്കെ തന്നിട്ട് ബിഗ് ബോസ് എന്നെ ഇവിടെ നിർത്തുന്നത് ഞാൻ കണ്ടന്റ് കൊടുക്കുന്നത് കൊണ്ടാണ്, ഞാൻ അവർക്ക് കണ്ടന്റ് കൊടുത്തേ ഒക്കൂ എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോ കുറെയൊക്കെ ഞങ്ങൾ കൂട്ടി വായിക്കേണ്ടി വരും. ഞാൻ പറയത്തില്ല, പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ കണ്ടു എന്നുള്ള കാര്യം നീ ശരിച്ചോ, നീ തെളിയിക്കോ. ഞാൻ ഷാനസിനോട് സംസാരിച്ചിട്ടില്ല, ഞാൻ പെട്ടെന്ന് പോകുന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞിട്ടില്ലേ? നീ എന്റെ അടുത്ത് പറഞ്ഞത് ഇവരെ എത്ര ദിവസം വേണമെങ്കിലും നിൽക്കും, കാരണം കാര്യമായി തേക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തും, ഇത്രയും പൈസ എന്തൊക്കെ പറയുന്നത് നീ എന്റെ അടുത്ത് പറഞ്ഞു. വലിയ കാര്യം പറഞ്ഞു മോളെ, നീ പറഞ്ഞ കാര്യമാണ് ഞാൻ കണ്ടന്റ് ഇപ്പോഴാണ്. അതെ, എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഇന്നാണെന്ന് പറയേണ്ടി വരും. ആ നെവിനെ അമ്മമ്മക്ക് വിളിച്ചതും പിന്നെ ഈ 65,000 കഥ നെവിൻ പുറത്തേക്ക് ഇട്ടതും ഇതൊക്കെ ക്യൂരിയോസിറ്റി ഉണ്ടാവും ആളുകൾക്ക് കേൾക്കാൻ അറിയാനൊക്കെ. അപ്പോൾ അത് എക്സ്ക്ലൂസീവ് കണ്ടന്റ് തന്നെയാണ്. പിന്നെ നെവിൻ ഈ ഒരു വിഷയത്തിൽ എടുക്കുന്ന സ്റ്റാൻഡ്, അയാൾ നുണ പറയുന്നുള്ള കാര്യം നമുക്കറിയാം, എന്നാൽ പോലും കുറച്ച് പവർഫുൾ ആയിട്ട് പറയുന്നുണ്ട്. ലാലേട്ടാ, നിങ്ങൾ ഇതൊക്കെ ചോദ്യം ചെയ്യുമെന്നൊരു വിശ്വാസത്തിലാണ് ഞങ്ങളൊക്കെ കാത്തിരിക്കുന്നത്. അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിത്ത് വീഡിയോ എവിഡൻസും കൂടി ഒന്ന് കാണിക്കണം കേട്ടോ. ഞാനായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. അത് നിന്റെ തോന്നലാ മോളെ. ഞാനായിട്ട് മാത്രമേ ഇവിടെ നിന്നിട്ടുള്ളൂ. നിന്നെ മോഷ്ടിക്കാറില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ഈ പറഞ്ഞ അസൂയ ഗോസിപ്പ് പറയാറില്ല. ആരും നശിക്കണമെന്നോ അല്ലെങ്കിൽ നന്നാവില്ല ഞാൻ ഇതുവരെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എല്ലാവരും രക്ഷപ്പെടണമെന്ന് മാത്രമേ. പക്ഷെ അങ്ങനെയല്ല, പക്ഷെ നീ അങ്ങനെയല്ല. ഞാൻ അങ്ങനെയല്ല. ഞാൻ ഗെയിമിൽ ഓക്കെ, നെവിൻ അത്ര നല്ല ഒരു ഗെയിം ഒന്നും കളിക്കുന്നില്ല എന്ന് അറിയാം. അയാൾ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണോ എന്ന് വെച്ചാൽ ബിഗ് ബോസിനകത്ത് കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ചില സാധനങ്ങളുണ്ട്, എന്നാൽ ഇഷ്ടപ്പെടാത്ത കുറെ സാധനങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. ഗെയിമിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും, ഞാൻ ബാക്കിൽ നിന്ന് കുത്തുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞൊരു വ്യക്തിയാണ്. നേരെ തിരിച്ച് അനുമോള് ആരെയും പ്രാഗിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇത്രയും നാള് കണ്ടതല്ലേ, ഒരുപാട് ആളുകളെ പ്രാവിയിട്ടുണ്ട്. ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ തല്ലുണ്ടാക്കിയിട്ടുള്ളത്. കൊടുത്ത കഥ പറയാറുണ്ട്, അതായത് കൊടുത്ത ഭക്ഷണത്തിന്റെ കാര്യം വീണ്ടും പറയാറുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ അനുമോള് ഗെയിമർ എന്ന നിലയിൽ ഒറ്റക്കടാണ്, വട്ടപൂജയാണ്.
ഗെയിമർ എന്ന നിലയിൽ അവിടെ ഏറ്റവും വലിയ നീതി പുലർത്തുന്ന ഒരു വ്യക്തി ഇപ്പോ അത് ആര്യനും അതേപോലെ അനീഷും അക്ബറും ഷാനവാസും ആണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. അത് സോറി, സാബുമാൻ ഉണ്ട്. സാബുമാൻ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അതായത് കുറച്ച് സ്പോർട്സ്മാൻ സ്പിരിറ്റും കുറച്ച് ആരോഗ്യമൊക്കെ ഉള്ള കുറച്ച് ആളുകൾ മുന്നോട്ട് വരുന്നു, ബാക്കിയുള്ള ആളുകൾ പിന്നോട്ടടിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അല്ലെ. അനിമോൾ 65,000 രൂപ പെർ ഡേ വാങ്ങുന്നുണ്ടെങ്കിൽ 45 ലക്ഷത്തിന് മുകളിൽ ഇപ്പൊ തന്നെ കിട്ടി. എല്ലാ കടങ്ങളും വീട്ടി 30 ലക്ഷം രൂപ കടമുണ്ട് എന്നാണ് പറഞ്ഞത്. PR അത്രമാത്രം പൈസ കൊടുക്കാൻ എന്റെ കയ്യിൽ ഇല്ല എന്ന് പറയുന്നു. പുറത്തിറങ്ങിയതിന് ശേഷം അവർക്ക് കൊടുക്കണം എന്ന് പറയുന്നു. അപ്പൊ പുറത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ PR ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള പൈസയായി. ഇത്രയാണ് പൈസ എങ്കിൽ പിന്നെ കടമെല്ലാം വീട്ടി സെറ്റ്, അടിപൊളി. ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ലേ, ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. വലിയ രീതിയിലുള്ള സാലറി ഒക്കെ വാങ്ങിയിട്ട് അതൊക്കെ ഒരു വലിയൊരു സംഭവമാണോ. എന്നാൽ ബിഗ് ബോസിനകത്ത് ഇതൊരു ചർച്ചയാകുമ്പോ മറ്റുള്ള ആളുകൾക്ക് ഒരു ജനസ് വരും. അത് അത്ര തന്നെ ഉള്ളൂ അല്ലേ. ഓക്കെ, അപ്പോ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ലാലേട്ടൻ ഇത് ചോദ്യം ചെയ്യണ്ടേ? അതേപോലെ നെവിൻ ഈ ആഴ്ച പുറത്തു പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? എനിക്ക് എന്തായാലും ആളുടെ ഗെയിം ഇഷ്ടപ്പെടുന്നില്ല. അയാൾ പുറത്തു പോയാൽ കൊള്ളാം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി സൈനിങ് ഓഫ്.